കൊച്ചിയിലെ കാനകളുടെ ശുചീകരണം പറഞ്ഞ് മടുത്തുവെന്ന് കോടതി. കുറച്ചു മണിക്കൂർ മഴ പെയ്താൽ ജനങ്ങൾ ദുരിതത്തിലാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കോടതി ചോദിച്ചു. ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണം കോർപ്പറേഷന്റെ സഹായത്തോടെ നടത്തുകയാണെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. മൺസൂണിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ ദുർബലമെന്ന് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടി. ശുചീകരണത്തിനായി മൺസൂൺ കലണ്ടർ നിർബന്ധമെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. ഒരു മാസ്റ്റർ പ്ലാൻ വേണം, പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും കോടതി വിമർശിച്ചു. കോടതി തുടർച്ചയായി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു കാരണമല്ലെന്നും കോടതി പറഞ്ഞു. ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജനങ്ങൾ കനാലിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തുടരുകയാണെന്ന് കൊച്ചി കോർപ്പറേഷൻ കോടതിയിൽ പറഞ്ഞു. ഇത്തരം സ്ഥലങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാന ശുചീകരണം ഒരു പരിധിവരെ സംതൃപ്തി ഉണ്ടാക്കി. അതേ അവസ്ഥ ഇത്തവണയും പ്രതീക്ഷിച്ചുവെന്നും കോടതി കോർപ്പറേഷനോട് പറഞ്ഞു. പൊതുജനങ്ങൾ ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ തള്ളിയാൽ കർശന നടപടിയെടുക്കണം. കോടതിയുടെ മുൻ ഉത്തരവുകൾ പാലിച്ച് നടപടി കൈക്കൊള്ളണം. അധികൃതർ ഇക്കാര്യത്തിൽ ഹൈപ്പവർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ പെയ്ത മഴയിൽ കൊച്ചിയിലെ റോഡുകൾ തോടായി മാറിയിരുന്നു. ഇതിന് പ്രധാന കാരണം കാനകളും തോടുകളും ശരിയായ രീതിയിൽ വൃത്തിയാക്കാതിരുന്നതാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ കളമശ്ശേരിയിലെ വീടുകളിൽ മുട്ടറ്റം വരെ വെള്ളം കയറിയിരുന്നു. തുടർന്ന് ആളുകളെ കളമശ്ശേരി സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വന്നു. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ശക്തമായ മഴ ലഭിച്ചിരുന്ന പ്രദേശം കൂടിയായിരുന്നു കളമശ്ശേരി. അതേസമയം കഴിഞ്ഞ ദിവസം നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. മന്ത്രി പി രാജീവും മേയർ എം അനിൽകുമാറും സ്ഥലം സന്ദർശിച്ചു. പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ ഭാഗമായി 20 ലക്ഷത്തിന്റെ പദ്ധതി ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ടെൻഡർ നടപടികളില്ലാതെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനു പുറമെ 6 ലക്ഷം രൂപയുടെ പദ്ധതി ഇറിഗേഷൻ വകുപ്പും നടപ്പാക്കുന്നുണ്ട്. ആകെ 1 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 4 ദിവസത്തിനകം തോടിന്റെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമം ആക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ്. കടമ്പ്രയാർ മുതൽ മുട്ടാർ പുഴ വരെ 10.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഇടപ്പള്ളിത്തോട്. കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് തോട് കടന്നു പോകുന്നത്. അടുത്ത വർഷം മുതൽ ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച് ഏകോപിത സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തങ്ങളുടെ പരിധിയിലുള്ള തോടിന്റെ ഭാഗത്ത് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി നടപ്പാക്കും. ഇറിഗേഷൻ വകുപ്പ് ഇതിന് മേൽനോട്ടം വഹിക്കും.